എനിക്കറിയില്ല ഞാനിനിയിപ്പോൾ ഇത് എങ്ങനെ എന്താ പറയുക, ഇത് എത്ര പേരുടെ കയ്യിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്, ഇവരിത് കൊണ്ടൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര ഇടങ്ങളിൽ ഇവരിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാനിനി എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല, ഇത് എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നറിയില്ല, ഇതൊക്കെ എങ്ങനെ എന്താ പറയുക, ഐ ഡോണ്ട് നോ. ഇത്രയുമൊക്കെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി ജീവിക്കാൻ പേടിയാവുകയാണ്. എനിക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. പക്ഷെ നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, അതായത് എനിക്ക് ഞാൻ എവിടുന്നാണോ വന്നേ അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ എങ്ങനെയും കടിച്ചു തൂങ്ങി നിൽക്കാൻ നോക്കുന്നത്. ദയവ് ഇത് എന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കല്ലേ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട വ്യക്തിയെ ഒരുപെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു ലേഡിയാണ്. ലിറ്ററലി അയൺ ലേഡി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു അയൺ പോലുള്ള ശരീരമുള്ള ഒരു വ്യക്തി. ആരതി കൃഷ്ണ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖലയാണ്. ആ ഒരു മേഖലയിലോട്ട് ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടി കടന്നു വന്ന് ഇതാണ് ഇങ്ങനെയും സ്ത്രീകൾ ബോഡി ബിൽഡ് ചെയ്യുമെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇതുവരെ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടികളിലും ഇത്രയും മസ്കുലർ ബോഡി കണ്ടിട്ടില്ല. അത് ആദ്യമായി ഈ ഒരു വ്യക്തിയിലാണ്, ആരതിയിലാണ് കാണുന്നത്. പുള്ളിക്കാരത്തെ പോലെ നമ്മുടെ നാട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമാണ്. സീരിയസ്ലി ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 2022 മിസ് കേരള ഒക്കെ ആയിട്ടുണ്ട് ബോഡി ബിൽഡിംഗിൽ, മറ്റേതല്ല. അപ്പോൾ ഇതാണ് ആരതി. ഒരു 3-4 കൊല്ലം മുമ്പാണ് ആരതി ഭയങ്കരമായിട്ട് വൈറലാവുന്നത്. സ്റ്റിൽ പല ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് മുമ്പുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അറിയാലോ, ഇപ്പൊ ചെറിയൊരു സെലിബ്രിറ്റി ആണെങ്കിൽ തന്നെ അധികം ഫെയിം ഒന്നും വേണ്ട, ചെറുതായിട്ട് മതി. അല്ലെങ്കിൽ ഫെയിം വേണമെന്നില്ല, ഇച്ചിരി കാണാൻ കൊള്ളാൻ എന്തെങ്കിലും ഒരു അപ്പിയറൻസ് ഉണ്ടായാൽ മതി. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയി കഴിഞ്ഞാൽ കുറെ ആളുകൾ ക്യാമറയും തൂക്കി പിടിച്ച് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടാൻ വേണ്ടി നടക്കുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം മില്യൺസ് ഒക്കെ ഉള്ള നീലക്കുയിലിനെ പോലുള്ള പേജുകളുണ്ട്. അവരൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. നീലക്കുയിലൊക്കെ ഇപ്പോൾ വന്ന് ഈ തെറിവിളി കേട്ടിട്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ട് കമന്റ് വരുന്നതിന്റെ പേരിലാണെന്ന് തോന്നുന്നു. അവരൊക്കെ അത്യാവശ്യം മാന്യമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പല വീഡിയോസിലും ബ്ലർ ചെയ്ത് കാണിക്കേണ്ട ഭാഗം ബ്ലർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രൊഫഷനിൽ ഒരു എത്തിക്സ് കാണിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ എന്നാൽ പോലും ഇതിന്റെ ഒരു സാധ്യത മുതലാക്കി കുറെ ആളുകൾ, കുറെ ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകൾ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വരവേൽപ്പാണ്, ഭയങ്കര റീച്ചാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ക്യാമറ പിടിക്കുക, റെക്കോർഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കുക, ഇട്ടാൽ മാത്രം മതി. അതിനെപ്പറ്റിയാണ് ഈ ആരതി വന്നിരുന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസ് കാരണം ആരതിക്ക് ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ അവരുടെ കരിയറിനെയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തെയും അത് ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നുള്ള തരത്തിലാണ് ആരതി സംസാരിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും ഈ പുള്ളിക്കാരത്തി പറയുന്ന വീഡിയോസ് കാണാം. വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അത്താണിയിൽ. അപ്പോൾ കഴിഞ്ഞൊരു പ്രോഗ്രാമിന് ശേഷം കുറേ വീഡിയോസ്, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് പോയപ്പോൾ എല്ലാ മീഡിയാസിൻ്റെയും മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മീഡിയ ആണ്. ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പങ്ക് വഹിച്ച ആൾക്കാരെന്ന് പറയുന്ന മീഡിയ ആണ്. അതുകൊണ്ട് എനിക്ക് അവരോട് ഭയങ്കരമായ ബഹുമാനവും കടപ്പാടും എല്ലാം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ കുറേ വീഡിയോസ് ഞാൻ പോലും അറിയാതെ എന്നെ വേറൊരു കാറ്റഗറിയിലോട്ട് ആക്കുന്ന പോലെയുള്ള വീഡിയോസ് ആയിരുന്നു പുറത്തു വന്നത്. അത് ആ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല അവളുമാരും ഇനാഗുറേഷന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ കൂടുതൽ ഇനാഗുറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ, പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീവേജും വയറും മറ്റേതും മറിച്ചതൊക്കെ കാണിച്ചുകൊണ്ട് ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് പോയി കടന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. അതാണ് അവരുടെ സെല്ലിംഗ് പോയിന്റ്. അതില്ലെങ്കിൽ ഇവളുമാർക്ക് സിനിമയൊന്നുമില്ല. ഇവളുമാർ സെല്ല് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് പേരെടുത്ത് ഞാൻ പറയാൻ നിൽക്കുന്നില്ല, നാളെ വേണ കേസാവും നമ്മുടെ പേരിൽ. ആ ഒരു കാറ്റഗറിയിലോട്ട് ആരതിയെയും കുറെ ആളുകൾ ഉൾപ്പെടുത്തുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എന്താ പറയാ, ഞാൻ അങ്ങനെ ഒരാളെ അല്ല, എന്നെ ആക്കാൻ ശ്രമിക്കല്ലേ എന്ന് ഞാൻ എല്ലാ വീഡിയോസിനോടും പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം, അതായത് ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടല്ലേന്ന്. അങ്ങനെയുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായിട്ട് ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഞാൻ കഴിഞ്ഞ ഒരു
ഇതേപോലൊരു മീഡിയാസ് നടത്തിയ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അവർ ചോദിച്ചു ഡ്രസ്സ് കൊളാബാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സോ ഇല്ലെങ്കിൽ എൻ്റെ സപ്ലിമെൻറ്റ്സോ ഒന്നും തന്നെ കൊളാബോ ഇല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ ഒന്നുമല്ല, എൻ്റെ ചിലവുകളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് ഡ്രസ്സ് പലരും ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഞാൻ സ്വന്തമായിട്ടാണ് വാങ്ങുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം പിന്നീടുള്ള പ്രോഗ്രാമിന് എനിക്ക് വെസ്റ്റേൺ ലേഡി ഡ്രസ്സുകൾ തന്നു. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രോഗ്രാമോടെ കൂട്ടിയിട്ട് ഒരു 4 ഡ്രസ്സ് ഞാൻ അവരുടെയാണ് യൂസ് ചെയ്തിരുന്നത്. ആ ഡ്രസ്സിൽ തന്നെ ഒരു വളരെ ഭയങ്കരമായ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഞാൻ നോർമലി യൂസ് ചെയ്തിരുന്ന ഡ്രസ്സിനേക്കാളും കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു ക്ലാസിക് ലുക്കോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് എന്നെനിക്ക് പലയിടത്തുനിന്നും അഭിപ്രായം വരികയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ എനിക്കതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതിയിരുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന ഒരു സാധനം ഒരു ഡ്രസ്സ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് വെച്ചിട്ട് തല വീർക്കാം, നമുക്കിത് മാറ്റാം. അപ്പം പറഞ്ഞു വന്നത് ആ ഒരു കാറ്റഗറി ഓൺലൈൻ മീഡിയ, ഡ്രസ്സിങ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. ഓൺലൈൻ മീഡിയാസിന്റെ ക്യാമറ ആംഗിളുകളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നെക്ക് ഇറങ്ങിയ ഒരു ഉടുപ്പിട്ടുകൊണ്ട് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ക്യാമറ പിടിക്കുന്നത്. കാര്യം പറഞ്ഞാൽ ക്ലീവേജ് കാണാൻ ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന പല മീഡിയാസ് ഇപ്പോഴും ഉണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിൽ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം മര്യാദയ്ക്ക് ക്യാമറ പിടിച്ച് നടക്കുന്ന ടീമുകളുണ്ട്. അത് വേറെ കാര്യം, നമ്മളെല്ലാവരെയും എടുത്തു പറയുകയല്ല. പക്ഷെ ഇപ്പോഴും റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ടീംസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇത് കാണിക്കാൻ തയ്യാറായി വരുന്ന കുറെ ടീംസ് ഉണ്ട്. അത് പേരെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ആവുന്നതിന്റെ പേരിൽ ഞാൻ പറയുന്നില്ല. ഇന്നാ എന്റെ കണ്ടോ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ട് ഇന്നാ കാണിച്ചോ എന്നും പറഞ്ഞ് കാണിക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ വേറെ വരുന്ന ടീംസ് ഉണ്ട്, വയറിങ്ങനെ മാറ്റി കാണിക്കുന്ന ടീംസ് ഉണ്ട്. ബുക്കൾ കാണണോ എന്നും പറഞ്ഞിട്ട് അവരുടെ പോയി പിടിക്ക്. അങ്ങനെ അവര് പൊക്കി പിടിക്കുന്നതും വേണ്ട, താഴെ നിന്നാൽ തന്നെ അവര് മാറ്റി കാണിച്ചു തരും. മനസ്സിലായോ? അവരുടെ പോയി പിടിക്ക്. അല്ലാതെ ഇങ്ങനെയുള്ള അവർക്ക് കാണിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു ഇന്റൻഷനോട് കൂടിയല്ല ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്. അത് പറഞ്ഞതിന് ശേഷവും അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ തന്തയില്ലായ്മ എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? എനിക്ക് അതേ പറയാനുള്ളൂ. താല്പര്യം ഇല്ലാത്തവരെ നിങ്ങൾ വിട്ടുപിടി. ഇവരുടെ ഈ ഒരു ഡ്രസ്സിനെ പറ്റി ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ ഇത്രയും നാള് അവരുടെ സ്വന്തം പൈസയ്ക്ക് ഡ്രസ്സ് മേടിച്ചിട്ടായിരുന്നു അവർ ഓരോ ഇനാഗുറേഷന് പൊക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഒരു 3-4 ടൈംസ് ആയിട്ട് അവർക്ക് കൊളാബ് കിട്ടുന്നുണ്ട്. വെസ്റ്റേൺ റേഡിയോ അങ്ങനെ എന്തോ പറയുന്ന ഏതോ ഒരു ബൊട്ടീക്ക് ഇവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് ആ രീതിയിലും പൈസ ലാഭിക്കാം. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിന് ഏറ്റവും കൂടുതൽ രീതിയിൽ ഇൻകം കിട്ടുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാബാണ്. അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റിന്റെ റിവ്യൂ പറഞ്ഞ് അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന പൈസയാണ്. അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കൊളാബ്, ഇങ്ങനെയുള്ള രീതിയിലാണ് അവർ ഏറ്റവും കൂടുതൽ പൈസ ജനറേറ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അവർ പൈസ മേടിക്കുകയും ചെയ്യും. പക്ഷെ ഇവരുടെ കാര്യത്തിൽ അവർ പൈസ മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് ഡ്രസ്സ് അതിന് പകരം കൊടുക്കുന്നുണ്ട് ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ. അത് വെച്ചിട്ട് മറ്റേ ആ ടീമിനും ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. അന്നേരം ഇവർ കൊടുക്കുന്ന ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. 1-2 റീല് ഞാൻ കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാവും. എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ലേ, ആരതി കാണിച്ചത്? Thank you. നീ ഇപ്പൊ അതല്ലയോ കാണിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരല്. ഇത് ആരതി തന്നെ പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത, പുള്ളിക്കാരത്തിന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത അവർക്ക് വൾഗർ അല്ലെന്ന് തോന്നിയ ഒരു വീഡിയോ ആണിത്. ഓക്കെ, അങ്ങനെ വൾഗറായിട്ട് ഉള്ള വീഡിയോസ് വേറെ ഉണ്ട്, അതൊന്നും ഞാൻ അതിനകത്ത് വെക്കുന്നില്ല. അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ അതിനകത്ത് വെക്കുന്നുള്ളൂ. വേറൊരു വീഡിയോ കാണിക്കാം.
ഇത്രയും ഗ്ലാമറുള്ള ഒരു ജിമ്മെത്തി ഞാൻ വേറെ കണ്ടിട്ടില്ല ഗൈസ്, സീരിയസ്ലി കണ്ടിട്ടില്ല. വാട്ട് എവർ, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. നല്ല രസമുണ്ട് കാണാൻ, ഉള്ള കാര്യം പറയാമല്ലോ. ഇതിനെയൊക്കെ വേറൊരു കണ്ണിക്കൂടെ പോലും കാണാൻ പറ്റത്തില്ല. അവരുടെ ഒരു മസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കാന്നല്ലാതെ അതിനകത്ത് വേറൊരു കണ്ണിക്കൂടെ പോലും ഒരു മനുഷ്യന് പോലും നോക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ കണ്ണിക്കൂടെ നോക്കിയിട്ട് ഇതിനെ വൾഗറായിട്ട് ചിത്രീകരിച്ച് കമന്റ് ഇടുന്ന ആളുകളും ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഇവര് ജിമ്മിന്റെ ഉദ്ഘാടനത്തിനായിരിക്കും വരുന്നത്. ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് വരുന്ന സമയത്ത് അവർക്ക് അവിടെയുള്ള മെഷീൻസിനകത്തൊക്കെ ചെറുതായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് മൊത്തം തവിട് പൊടിയാവും. മാത്രമല്ല ഓൺലൈൻ മീഡിയാസിന്റെ ക്യാമറ ആംഗിളും കൂടെ ആകുമ്പോഴത്തേക്ക് സെറ്റ് പിടികിട്ടിയോ. ഇപ്പൊ ഇവർ ഈ മസിൽ പിടിച്ച് കാണിക്കുന്നതും ഈ മറ്റേ ഉദ്ഘാടനത്തിൽ തോന്നുന്ന ലവളുമാര് കാണിക്കുന്ന തമ്മിൽ ചെറിയ 1-2 തൂല് വ്യത്യാസമുണ്ട്. ഈ മറ്റുള്ളമാര് ഈ നാട്ടുകാരുടെ ലൈംഗിക കാര്യത്തിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും ഇതൊക്കെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരുടെ പ്രൊഫഷൻ അതല്ല, ഇവര് ബോഡി ബിൽഡറാണ്. ഇവര് ബോഡി ബിൽഡർ ആകുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഇത് കാണിക്കുമ്പോഴത്തേക്ക് അതിന് വേറെയാണ്. അതിനകത്തൊരു ലൈംഗിക കാര്യത്തിനെ ചൂഷണം ചെയ്യുന്ന പരിപാടി ഇല്ല. ഇവരിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതിന്റെ തന്നെ മെയിൻ റീസൺ ഇവരെയും മറ്റേ കാറ്റഗറിയിലോട്ട് പെടുത്തുന്നു എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് തോന്നിയിട്ടാണ്. പലതരത്തിലുള്ള വൾഗർ കമന്റ്സ് വരുന്നു, അതുകൊണ്ടാണ്. പിന്നെ എന്ത് കണ്ടാലും ഇതുപോലുള്ള അപരാധി കമന്റ് ഇടുന്ന കുറെ നാറുകളുണ്ട്. അവന്മാരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവർക്ക് എവിടെങ്കിലും എന്തെങ്കിലും കണ്ടാൽ മതി, പെണ്ണെന്ന് എഴുതി കാണിച്ചാലും മതി, അവിടെ പോയി കമന്റ് ഇടും. എന്റെ കോണ്ടസ്റ്റ് പോലും മനസ്സിലാക്കാതെ പോയി കമന്റ് ഇട്ടു. പുള്ളിക്കാരത്തി പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. ഒരു ഡ്രസ്സ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഡ്രസ്സ് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അതിൽ നമുക്ക് പാകമായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ ചുരുക്കം ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് പാകമാകുന്നത് എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കം 1-2 ഡ്രസ്സ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിൽ പോലും നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാക്കി എല്ലാം ഇഷ്ടപ്പെടും. ചിലപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടും, കളർ ഇഷ്ടപ്പെടും, നമുക്ക് നന്നായിട്ട് ഇണങ്ങും. പക്ഷെ ഒന്നിൽ ചെറിയ ചെറിയ ഒരു സൈസ് വ്യത്യാസം കാണും. അപ്പോൾ ശരിക്കും നമ്മുടെ അതേ ബോഡി അനുസരിച്ച് ഫിറ്റായിട്ടിരിക്കേണ്ടതാവില്ല. ചിലപ്പോൾ വളരെ ഡീപ്പ് നെക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരാളുടെ മെഷർമെന്റ് അനുസരിച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ബാക്കിയെല്ലാം ഓക്കെയാണ്, ഈ ഒരു ചെറിയ ഡിഫറൻസോ ഇല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം എന്ന് കരുതിയിട്ടാകും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമുക്ക് ഒരേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഒരു സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മളൊന്ന് കുനിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകണമെന്ന് ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്ത നേരങ്ങൾ. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരുന്നതിൽ ഞാനെന്തോ അതായത് പോസിങ് കഴിഞ്ഞിട്ട് തിരികെ വന്ന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പിടുന്നതിൽ ഫോക്കസ് ചെയ്തേക്കുവാണ്. എൻ്റെ സ്ലിറ്റ് ആ ടൈമിൽ കറക്റ്റായിട്ട് പിടിച്ചു വെക്കുന്നതിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ നെക്ക്, അല്ലെങ്കിൽ അത് കുറച്ച് ഡീപ്പ് നെക്ക് ആയിരുന്നു, അതിനെപ്പറ്റി ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന അത്രയും സമയം ഇത് ഫുൾ ഫോക്കസിൽ ക്ലോസപ്പിൽ എത്രത്തോളം കവർ ചെയ്യാമോ അത്രത്തോളം കവർ ചെയ്ത് പല മീഡിയാസും അതെടുത്ത് ഇടുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാറില്ല. പക്ഷേ ഇത് കാണുന്ന പലരും എനിക്ക് എടുത്ത് അയച്ചു തരികയാണ്, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാകുന്നത്. ഇപ്പം ഇതിപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം എൻ്റെ അമ്മ കാണുന്നുണ്ട്, എൻ്റെ കുടുംബക്കാർ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ മേ ബി ഇത് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് വളരെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അമ്മയ്ക്കറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഉറപ്പായും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നും അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം പലപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്ന പല പ്രോഗ്രാംസിലും വളരെ മോശമാണ്. ഇത് ഗതികേടാണ്, അവരുടെ ഗതികേടാണ് വന്നിരുന്ന് പറയും. ഒരാൾ കുനിഞ്ഞ് ചെരുപ്പിടുന്ന സമയത്ത് പോലും അതൊക്കെ പോയിട്ട് സൂം ചെയ്തിട്ട് ഇടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്തയില്ലാത്ത പരിപാടിയാണ് ഇതൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. കാറിലോട്ട് കയറാൻ നേരത്ത് അവരൊന്ന് കുനിയുമ്പോൾ അത് കറക്റ്റ് ആംഗിൾ പോയി പിടിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. കുനിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഉമറുടെ ക്യാമറയുടെ കണ്ണിനകത്താ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലെ പൊക്കി പിടിക്കത്തുള്ളൂ. ഇങ്ങനെ മുഖം വേണ്ട, ഈ ഒരു ലെവലിലേ പിടിക്കത്തുള്ളൂ. ആദ്യ കാലങ്ങളിൽ നീലക്കുയിൽ ഏതാണ്ട് ഇതുപോലൊക്കെ കുറെ പരിപാടികൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ അടുത്തിടയ്ക്ക് നീലക്കുയിൽ
നീലക്കുയിലിന്റെ പല വീഡിയോസിലും ഞാൻ അവർ ബ്ലർ ചെയ്യുന്ന കണ്ടു. ഏതോ ഒരു വീഡിയോയിൽ മാനസ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ നടിയാണ്, അവരിങ്ങനെ റാംബോ ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് കാല് സ്ലിപ്പായി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വഴുതി പോകുന്നുണ്ട്. അപ്പോൾ ക്ലീവേജ് കാണുന്ന രീതി വന്ന സമയത്ത് നീലക്കുയിൽ അന്ന് ബ്ലർ ചെയ്ത് കാണിക്കുന്നു. അന്നേരം അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയ സമയത്ത് നീലക്കുയിലിന് ഭയങ്കര കൈയടി, നീല നീ നന്നായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട്, പോസിറ്റീവ് കമന്റ്സ് ആണ്. സാധാരണ നീലക്കുയിലിന്റെ വീഡിയോയുടെ അടിയിലേക്ക് പോസിറ്റീവ് കമന്റ്സ് വരാത്തതാണ്. ബട്ട് നീലക്കുയിലിന്റെ വീഡിയോയുടെ അടിയിൽ അന്ന് കുറെ പോസിറ്റീവ് കമന്റ്സ് കണ്ടു. പക്ഷെ ഇത് നെക്സ്റ്റ് വീഡിയോ ഞാൻ മേപ്പോട്ട് സ്ക്രോൾ ചെയ്ത സമയത്ത് വേറെ ഏതോ ഒരു മീഡിയക്കകത്ത് ഈ സെയിം സാധനം തന്നെ ബ്ലർ ചെയ്യാതെ ഇട്ടേക്കും. അപ്പം ഒരാൾ ഇത് ചെയ്തതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാവുന്നില്ല. ഒരു നീലക്കുയിൽ മാത്രമല്ല, പല പല കുയിലുകളുണ്ട്. അതുകൊണ്ട് ഒരു കുയിൽ നന്നായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കണം. ഇവർക്കൊരു അസോസിയേഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കാൻ താല്പര്യമില്ലാത്തവരുടെ ഇങ്ങനെയുള്ള വീഡിയോസ് കിട്ടുകയാണെങ്കിൽ അത് ബ്ലർ ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഓരോ ജോലിക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും ഒരു റെസ്പെക്ട് ഉണ്ട്. നിങ്ങളുടെ ജോലിയെ പല ആളുകളും വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ചെയ്യുന്നതും പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവന്മാർക്കൊന്നും നാണമില്ലയോ? ഈ നടന്മാര് തന്നെ, അല്ലെങ്കിൽ പല നടികൾ നിങ്ങളുടെ ജോലിയെ വെറും പുച്ഛത്തോടെ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാത്തതുകൊണ്ടാണ് മറ്റുള്ളവരും നിങ്ങളുടെ ജോലിക്ക് ആ റെസ്പെക്ട് തരാത്തത്. സോ ആദ്യം നിങ്ങൾ നന്നാവണം, നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾ സ്വയം റെസ്പെക്ട് കൊടുക്കണം, എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. എന്റെ ഒരു അതർ സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാന്യമായിട്ട് ഉള്ള വീഡിയോസ് നടന്നു പോകുന്ന മാന്യമായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പട്ടിയും കാണത്തില്ല, അത് വേറെ കാര്യം. ഇങ്ങനെയുള്ള കുനിയുമ്പോഴും പിടിക്കുമ്പോഴും തിരിയുമ്പോഴും ഒക്കെ ഉള്ള വീഡിയോ, ഞൊർക്ക് സാധനം ഒക്കെ കാറ്റടിച്ച് സാരി പറക്കുമ്പോൾ വയറ് കാണുന്ന വീഡിയോ ഒക്കെ ഓടത്തോളൂ, വൈറലാവത്തോളൂ, മനസ്സിലായോ? അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഒരു കാറ്റ് വന്ന് സാരി പറന്ന് വയറ് കണ്ടോട്ടെ, ഒന്ന് കുനിയാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ആ ക്യാമറയിൽ എന്റെ ക്ലീവേജ് പതിയുമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അവളുമാരുണ്ട്. അവരെ ഫോക്കസ് ചെയ്യൂ, നിങ്ങൾ കൂടും, അവരെ പ്രൊമോട്ട് ചെയ്യൂ. അവർക്കും കുഴപ്പമില്ല, ഇവർക്കും കുഴപ്പമില്ല. പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും എന്നുള്ള രീതിയിലോട്ട് അത് മാറിക്കോളും. നിങ്ങൾക്കും വളരെ അവർക്കും വളരെ. അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ നിൽക്കരുത്. പലപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്ന പല പ്രോഗ്രാംസിലും ഇതേ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും നമുക്ക് ഇത് ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് എന്ന് മനസ്സിലാവുകയും ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ടേപ്പ് ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ആ ടേപ്പ് നമ്മൾ വേർക്കുന്ന സമയത്ത് അത് ഇളകി വീണ്ടും പോകുന്നു. വീണ്ടും ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് പല വീഡിയോസും പിടിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മിക്കവാറും ഇങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാവും. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ട്, അതായത് നമ്മൾ എപ്പോഴാണ് ഒന്ന് താഴേക്ക് വീഴുക അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ ഒരു അവസരം നോക്കി നടക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു ആഘോഷമായിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇപ്പം നേരിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. ഞാൻ എൻ്റെതായ ഒരു ലോകത്ത് വളരെ സമാധാനമായിട്ട് തനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ചോളം ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള മറ്റാൾക്കാരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ കാര്യം ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് പോയി വന്നപ്പോൾ എല്ലാ മീഡിയസിനോട് ഞാൻ പറഞ്ഞു, ദയവ് ഇത് എന്നെ അങ്ങനെ ഒരു കാറ്റഗറിയിലോട്ട് പെടുത്തല്ല, ഞാൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബോഡി കാണിക്കുക, അല്ലെ ബോഡി ഷോ കാണിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ആർട്ട് ഫോമാണ്. അത് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഒരു സെക്ഷലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്നെ ഒബ്ജക്ടിഫൈ ചെയ്യാത്ത, പക്ഷെ അതുപോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഗ്രാമിന് പോവുക എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഒന്ന് സെറ്റിലായി സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഉപേക്ഷിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണിത്. കാര്യം ഈ വല്ലപ്പോഴും ഉള്ള ഒരു അണിഞ്ഞൊഴുങ്ങി പോക്കാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞാനിത് പറഞ്ഞ് ഇറങ്ങിയിട്ടില്ല, ഈ പ്രോഗ്രാമിൻ്റെ കുറേ വീഡിയോസ് പുറത്തു വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ എത്രത്തോളമാണോ മോശമായത് അതിൻ്റെ ഒരു 100 ഇരട്ടി മോശമായിട്ടുള്ള വീഡിയോസാണിത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഞാനിനിയിപ്പോൾ ഇത് എങ്ങനെ എന്താ പറയുക, ഇത് എത്ര പേരുടെ കയ്യിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്, ഇവരിതുകൊണ്ടൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര ഇടങ്ങളിൽ ഇവരിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ലാസ്റ്റ് ഒരു ജിം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് മീഡിയാസ് ക്യാമറയായിട്ട് നിൽപ്പുണ്ട്. അവരെ നോക്കി ഇവർ പറയുന്നുണ്ട്, ഇതിന്റെ മേളിൽ കയറിയൊന്നും നിങ്ങൾ എടുത്തേക്കരുതെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പറയുന്ന വീഡിയോ വരെ അവര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആ ഒരു വീഡിയോ ആ ഇട്ട ചാനലിൽ നിന്ന് തന്നെ അവർ റിമൂവ് ചെയ്തു. അങ്ങനെ പല വീഡിയോസും അവർ സ്വയം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവരങ്ങനെ പറഞ്ഞതിന് ശേഷവും അവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അത് ഭയങ്കര മോശം എന്നല്ലേ പറയാനുള്ളൂ. അതിന്റെ വേറെ ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. ഞാൻ അതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. സീരിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ വെൽക്കം ചെയ്യുന്ന ആളുകളുണ്ട്. അവരെടുത്ത് പോയിട്ട് കാണിക്കുക. ഇവരിട്ടുകൊണ്ട് ഡ്രസ്സ് അത് മറ്റു ഉദ്ദേശത്തോട് ഇട്ടുകൊണ്ട് വരുന്നതല്ല, അവരുടെ പ്രൊഫഷനാണ്, അവരുടെ ആർട്ടാണത്. അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. പിന്നെ ഇവര് ജിം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്ത് ഡെമോ കാണിക്കുന്ന സമയത്തും ഈ ക്യാമറയായിട്ട് വന്ന ടീംസ് അതിന്റെ ക്യാമറയുടെ ആംഗിൾ ഒന്ന് ചരിച്ചാൽ മതി, തീർന്ന് ആ വീഡിയോയുടെ കോണ്ടന്റ് തന്നെ മാറിപ്പോവും വേറെ ആംഗിളിൽ ആ ക്യാമറ വെച്ച് പിടിക്കുവാണെങ്കിൽ. സോ അതുകൊണ്ട് താല്പര്യമില്ലാത്തവരെ വിട്ടുപിടി. എനിക്കതേ പറയാനുള്ളൂ. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യും. കൂടുതൽ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ശരി, ബൈ.